എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നാരായണീയം 31-ാം ദശകത്തിലെ 3-ാമത്തെ ശ്ലോകത്തെക്കുറിച്ച് ചിന്തിക്കാം. ഹരേ നാരായണ. വിശ്വേശം മാം ത്രിപദമിഹ കിം യാജസേ ബാലിശസ്ത്വം സർവാം ഭൂമിം വൃണു കിമമുനേത്യാലവത്വാം സദൃപ്യൻ യസ്മാദർപ്പാത്രിപദപരിപൂർത്യക്ഷമക്ഷേപവാദാൻ ബന്ധം ചാസാവഗമദദർഹോ വിഗാഢോപശാന്ത്യേ. ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കാം. വിശ്വേശം മാം, വിശ്വങ്ങളുടെ എല്ലാം നാഥനായ എന്നോട്. ത്രിപദം ഇഹ കിം യാജസേ, ത്രിപദം 3 അടി, ഇഹ ഇവിടെ, കിം എന്താണ്, യാജസേ യാചിക്കുന്നത്. ബാലിശസ്ത്വം, ബാലിശാത്വം അങ്ങയുടെ ബുദ്ധി ബാലിശമാണ്. സർവാം ഭൂമിം വൃണു, ഭൂമി മുഴുവൻ ആവശ്യപ്പെട്ടുകൊള്ളൂ. കിമമുനേത്യാലപത്വാം, അമുന കിം ഇതുകൊണ്ടെന്തു പ്രയോജനം, ഇതി എന്ന്, ദൃപ്യൻ ആലപത്വാം അഹങ്കരിച്ച് സംസാരിച്ചു. ആര്? സ അവൻ, മഹാബലി. ഇവിടെ ദൃപ്യൻ ആലപത് ത്വാം എന്നത് ത്വാം എന്നാൽ അങ്ങയോട്, അതായത് ഭഗവാനോട് എന്നർത്ഥം. യസ്മാത് ദർപ്പാത് ആ അഹങ്കാരം നിമിത്തം, ത്രിപദ പരിപൂർത്യക്ഷമ 3 അടി തികയ്ക്കാനാവാതെ, ക്ഷേപവാദാൻ അധിക്ഷേപവാക്കുകളെയും, ബന്ധം ച ബന്ധനത്തെയും, സ മഹാബലിക്ക്, അഗമത് അനുഭവിക്കേണ്ടി വന്നു. അദദർഹ അർഹിക്കുന്നവനല്ലെങ്കിലും, അപി ഗാഢോപശാന്തി തികച്ചും അടക്കമുണ്ടാവാനായി. ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കുക. എന്താ പറയണേ? കഴിഞ്ഞ ശ്ലോകത്തിൽ ഭഗവാൻ മഹാബലിയോട് 3 അടി മണ്ണ് യാചിച്ചു. അത് കേട്ടപ്പോൾ മഹാബലി പറയാണ്, ത്രിലോകാധിപതിയായ എന്നോട് 3 കാൽച്ചുവട് മണ്ണ് യാചിക്കുന്നത് എന്താണ്? അങ്ങയുടെ ബുദ്ധി വെറും ബാലിശമാണ്. 3 കാൽച്ചുവട് കൊണ്ട് എന്തു പ്രയോജനം? ഭൂമി മുഴുവൻ യാചിച്ചോളൂ എന്ന്. ഇങ്ങനെ അഹങ്കാരിയായ മഹാബലി ഭഗവാനോട് പറഞ്ഞു. ഈ അഹങ്കാരം നിമിത്തം അർഹതയില്ലാതിരുന്നിട്ടു പോലും 3 കാൽച്ചുവട് ഭൂമി പരിപൂർണമായി നൽകാൻ കഴിയാതിരുന്ന ബലിക്ക് നിന്ദ നിറഞ്ഞ വാക്കുകളും ബന്ധനവും അഹങ്കാരശമനത്തിനായി സഹിക്കേണ്ടി വന്നു. എന്താ ഇവിടെ അർഹതയില്ലായിരുന്നിട്ട് പോലും എന്ന് പറയുന്നത്? ശരിക്കും മഹാബലിക്ക് ദോഷങ്ങളൊന്നും ഇല്ല ഈ അഹങ്കാരം ഒഴിച്ചാൽ. നല്ല ഭക്തനാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ദണ്ഡിപ്പിക്കേണ്ട ഒരു കാര്യം ഒന്നും ഇല്ല എന്നിവിടെ സൂചിപ്പിക്കുന്നത്. പക്ഷേ ഇവിടെ നിന്ദ നിറഞ്ഞ വാക്കും ബന്ധനവും എല്ലാം സഹിക്കേണ്ടി വരുന്നത് ആ ഒരു അഹങ്കാരം കൊണ്ട് മാത്രമാണ്. ഈ ഒരു സന്ദർഭത്തിൽ നിന്നും നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? നമുക്കെല്ലാം തോന്നും ഇതൊക്കെ എൻ്റേതാണ്, ഞാൻ നേടിയതാണ് എന്ന്. പക്ഷേ പരിമിതമായ ഒരു കാലാവധിക്ക് മാത്രമാണ് ഇതെല്ലാം നമ്മുടേതാകുന്നത്. നമ്മൾ ഇന്ന് സ്വന്തമാക്കിയ പലതും കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് മറ്റാരുടേതോ ആയിരുന്നു. അത് നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഇന്ന് നമ്മുടെ കൈവശം ഉള്ള പല വസ്തുവകകളും നാളെ അല്ലെങ്കിൽ കുറച്ചു കാലത്തിനു ശേഷം നമ്മുടെ എല്ലാം കൈവശത്തിൽ നിന്നും വിട്ടുപോകും, മറ്റാരുടേതെങ്കിലും ആയി മാറും എന്ന വസ്തുതയും മനസ്സിലാക്കുക. അപ്പം എന്താ അതിൻ്റെ അർത്ഥം? നമ്മളാരും ജനിച്ചു വന്നപ്പോൾ ഒന്നും കൊണ്ടുവന്നിട്ടില്ല, മഹാബലി ഉൾപ്പെടെ. ഇവിടെ ജീവിക്കുന്ന കാലത്ത് നമ്മളത് നേടിയെടുത്തതാണ്. അതുകൊണ്ട് തന്നെ ഇത് സ്ഥിരമായിട്ട് നമ്മുടെ ഒന്നും അല്ല. തിരിച്ചു പോകുമ്പോൾ വന്ന പോലെ തന്നെ വെറും കൈയുമായിട്ട് പോവാനേ പറ്റൂ, ഒന്നും കൊണ്ടുപോവാൻ പറ്റില്ല. അപ്പോൾ അതെല്ലാം തീർച്ചയായും മറ്റാരുടേതെങ്കിലും ആയി മാറും.
അങ്ങനെ ചിന്തിക്കുമ്പോൾ ഇതൊക്കെ എൻ്റെ ഇതെല്ലാം എനിക്കുള്ളതാണ് എന്ന ആ അഹങ്കാരം ഇല്ലാതെയാവും. ഇവിടെ ആ ഒരു അഹങ്കാരത്തെ ഇല്ലാതെയാക്കാൻ വേണ്ടിയാണ് ഭഗവാൻ മഹാബലിയോട് 3 അടി മണ്ണ് യാചിച്ച് സർവ്വതും തിരിച്ചെടുക്കുന്നത്. ഹരേ കൃഷ്ണ.